നമുക്കറിയാം, കഥകളിയില്, കൃഷ്ണനാട്ടത്തിൽ, കോൽകളിയിൽ, പരിചമുട്ട് കളിയിൽ, ഓണത്തല്ലിൽ, ഓച്ചിറക്കളിയിൽ, ഇങ്ങനെ തുടങ്ങി ചവിട്ട് നാടകത്തിൽ എല്ലാം കളരിപ്പയറ്റിന്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 20ഓളം നൃത്തരൂപങ്ങൾക്ക് ഫൗണ്ടേഷനാണ് കളരിപ്പയറ്റ്. അപ്പോ ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ തന്നെ ഒരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലങ്ങളെ നിയന്ത്രിച്ചിരുന്നതാണ് കളരികൾ. ആരോഗ്യത്തിനെ കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 1400s 1400കളിൽ അബ്ദുൾ റസാഖ് സമർഖണ്ഡി എന്ന് പറയുന്ന പേർഷ്യൻ ട്രാവലർ, അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. എംപറർ ഷാറൂഖിന്റെ ദൂതനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം കേരളം സന്ദർശിക്കുകയും അവിടെ ആരോഗ്യവാന്മാരായ ഒരു തലമുറയെ, യുവാക്കളെ കണ്ടു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഡുറേറ്റെ ബാർബോസ 16ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹവും രേഖപ്പെടുത്തി കേരളം എന്ന് പറയുന്ന ഭാഗത്ത്, ഭൂവിഭാഗത്ത് ഒരു മനോഹരമായ ആയോധന കലയുണ്ടെന്നും ആരോഗ്യമുള്ള, നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഫിയർലെസ് ആയിട്ടുള്ള, ഭയരാഹിത്യമുള്ള ഒരു തലമുറയുണ്ടെന്നും അദ്ദേഹവും രേഖപ്പെടുത്തി. നമുക്കറിയാം, ഇപ്പൊ നമ്മളിവിടെ സമാധാനമായിട്ട് ഇരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അറിയാം, യുദ്ധത്തിന്റെ ഒരു നിഴൽ രാജ്യത്ത് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ എല്ലാവരും സമാധാനമായിട്ട് ഇവിടെ ഈ ഒരു പരിപാടി കാണാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അതിർത്തിയിൽ നമ്മളെ കാത്തു നിൽക്കുന്ന യോദ്ധാക്കളുടെ ഉറക്കമില്ലായ്മയുടെയും അവരുടെ കരുത്തിന്റെയും ധൈര്യത്തിന്റെയും ഒരു വെളിച്ചത്തിലാണ്. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ എപ്പോഴെല്ലാം അധിനിവേശം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കളരിപ്പയറ്റിലെ യോദ്ധാക്കൾ അതിനെ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ നടത്തിയ കുളച്ചൽ വാർ, അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് കളരി വീരന്മാരാണ്. 1800കളിൽ പഴശ്ശിരാജ കളരി വീരന്മാരെ കൂട്ടിയാണ് കോട്ടയത്ത് വാർ നടത്തിയത്. ബ്രിട്ടീഷ് ആൾക്കാരെ, ഒരുപാട് നേതാക്കളെ കൊലപ്പെടുത്തിയത്. നമുക്കറിയാം, വെല്ലസ്ലി പ്രഭു 1804 കളരിപ്പയറ്റ് നിരോധിച്ചു. വെല്ലസ്ലി പ്രഭു എന്ന് പറയുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയും ടിപ്പു സുൽത്താനെയും വകവരുത്തിയ വെല്ലസ്ലി പ്രഭു പോലും കളരി യോദ്ധാക്കളുടെ മുന്നിൽ നടുങ്ങിപ്പോയി. അപ്പൊ അത്തരത്തിൽ കേരളത്തിന്റെ ശക്തിയും സൗന്ദര്യവുമായിട്ട് നിലനിന്ന ഒന്നാണ് കളരിപ്പയറ്റ്. ഭാഗ്യവശാൽ എനിക്കിപ്പോ ഇറ്റലി റോമിൽ യാത്ര ചെയ്യാൻ പറ്റി കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട്. അവിടെ ഒരു ഇന്റർനാഷണൽ മാർഷൽ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ ആയോധന കലകളുടെയും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവൽ. കഴിഞ്ഞ 25 വർഷമായിട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ആയോധന കലാ ഗുരു, അതായത് എനിക്ക് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാനവിടെ എത്തി കളരിപ്പയറ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരങ്ങളിൽ, കളരിപ്പയറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ അവരെ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം അവരും അത്ഭുതപ്പെട്ടു. ഇത്തരത്തിലൊരു ആയോധന കലയെ കുറിച്ച് അവർ പോലും കേട്ടിട്ടില്ല. പക്ഷെ അത് ലോകത്തിന് തന്നെ നെറുകയിൽ ഭാരതത്തിന് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും കരുത്തുറ്റൊരു ആയോധന കലയാണ്. ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ആയുർവേദം പറയുന്നുണ്ട്, ക്ഷമവാൻ അത്തോപസേവി ഭവേത് ആരോഗ്യം. എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം, മറ്റുള്ളവരോടൊരു കമ്പാഷൻ കൊടുക്കാൻ പറ്റുമ്പോൾ, മറ്റുള്ളവരുടെ ദൈന്യതയിലും ദുഃഖത്തിലും നിങ്ങൾക്ക് എന്നാണോ പങ്കെടുക്കാൻ പറ്റുന്നത്, മറ്റുള്ളവരെ എന്നാണോ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത്, അന്നാണ് നിങ്ങൾ ആരോഗ്യവാനായിരിക്കുന്നതെന്നാണ് ആയുർവേദം പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അങ്ങനെ തന്നെ പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നതിനെ അവർ റീഡിഫൈൻ ചെയ്തു 1947. ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിസീസ് ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരു അനാരോഗ്യത മാത്രമല്ല, മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം മാത്രമല്ല, അതൊരു സൊസൈറ്റിയുടെ കൂടെ ഹെൽത്തും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം നിർവചിക്കപ്പെടുന്നതെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോ കളരിപ്പയറ്റിന്റെ സാധ്യതകൾ അനന്തമാണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കളരിപ്പയറ്റിലൂടെ പലതരത്തിലുള്ള ഇന്നോവേഷൻസ് നടത്തിയ ഒരു കളരിയാണ് അഗസ്ത്യൻ കളരി. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലേക്കും കളരി പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം. കാരണം റെഗുലർ സ്ട്രീമിൽ നിന്ന് ഏത് പ്രായത്തിലുള്ളവർക്കും കളരി പഠിക്കാൻ പറ്റും എന്നുള്ളൊരു സിസ്റ്റം ഒക്കെ നമ്മൾ കൊണ്ടുവന്നു. ഒരുപാട് കളരി വിദ്യാർത്ഥികൾ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ കൂടെ പഠിച്ച. പക്ഷെ അതുപോലെ തന്നെ കളരിയുടെ മറ്റൊരു സാധ്യതയാണ് തിയേറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം
ഇത്രയധികം നൃത്ത കലാരൂപങ്ങൾക്ക് സ്വാധീനം നൽകിയിട്ടുള്ള ഒരു ആർട്ട് ഫോം എന്നുള്ള നിലയിൽ ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ, ഇതൊരിക്കലും ഒരു നൃത്തം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കളരിപ്പയറ്റിന്റെ ഒരു പുതിയ സാധ്യത പരീക്ഷിച്ചു നോക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം നമ്മള് രുദ്ര എന്നും ശക്തി എന്നും 2 പ്രസന്റേഷൻസ് നമ്മുടെ കളരിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്തു നോക്കി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ശക്തി എന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ കൊണ്ടുവരുന്നത്. സ്റ്റുഡൻസ് ആണ്. ഒന്ന് വിജിത് വിക്രം എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഡാൻസ് സ്കൂൾ അതിന്റെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട്. നമ്മളൊരു കളരിയുടെ രീതിയിൽ ചെറിയ 1-2 പോർഷൻസ് കൊറിയോഗ്രാഫി പോർഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളൊന്നും സെറ്റ് ചെയ്ത് ഷെയർ കൊണ്ട് ഒന്ന് റീഡിഫൈൻ ചെയ്യിപ്പിച്ചെടുത്തു. വിജിത്തും ലക്ഷ്മിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തതിന് നമ്മുടെ ആശാന്മാർ, അതിൽ അരുൺ ആശാൻ, വിഷ്ണു ആശാൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ട്രെയിനേഴ്സ്, സമ്പ്രദായത്തിലെ സ്റ്റുഡൻസ് ഒരുപാട് പേര്, പിന്നെ ഇവരുടെ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത പ്രിയയാണ്. പിന്നെ ഇതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിലെ ഏറ്റവും സുഹൃത്താണ് VT അനിൽകുമാർ. കാളിയന്റെ കൂടെ തിരക്കഥാകൃത്താണ് അദ്ദേഹം. ഇവിടെ ഉണ്ട്. അദ്ദേഹം ആണ് അതിലെ വരികൾ എഴുതിയത്. അപ്പൊ ഇതെല്ലാം കൂടെ അഗസ്ത്യം ഫാമിലിയുടെ ഒരു പ്രൊഡക്ഷൻ ആയിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. എന്താണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ നമ്മൾ കേട്ട പല കഥകളും പല ശാസ്ത്ര അന്വേഷണങ്ങളുടെ പിറകിൽ ഉരുത്തിരിഞ്ഞ കഥകളാണ്. അന്വേഷികളിൽ നിന്നുണ്ടായതാണ്. സിദ്ധ സമ്പ്രദായം നമ്മൾ പറയുമ്പോൾ സിദ്ധന്മാർ എന്താണ് എന്ന് ചോദിച്ചാൽ സീക്കേഴ്സ് എന്ന് പറയും. സ്പിരിച്വൽ സീക്കേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് അവർ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ശാശ്വതമായ സത്യത്തിനാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയ പല കണ്ടെത്തലുകളും അവര് കഥകളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പല ആശയ പ്രചരണങ്ങൾക്ക് പുരാണ ഇതിഹാസങ്ങൾ ഉപയോഗിച്ചു. ശാശ്വതമായ സത്യത്തെ കണ്ടെത്തുന്നത് എങ്ങനെ എന്ന്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നി. കാരണം ശിവം എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിശ്ചലത, സ്റ്റിൽനെസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആ നിശ്ചലതയിൽ എപ്പോഴും ഒരു ശക്തി കടന്നു വന്നപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നു. ശക്തിയും ശിവനും ഒരുമിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ചലനങ്ങളെയും മുന്നിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ശിവൻ പ്രകടമായത്, അത് രുദ്രൻ എന്നുള്ള റോറർ എന്നുള്ള ഒരു ഭാവത്തിലാണ് പ്രകടമായത്. അപ്പൊ അത്തരം ആശയങ്ങളെ കൂട്ടിയിണക്കി ശക്തി എന്നുള്ളൊരു പ്രസന്റേഷൻ, കളരിപ്പയറ്റിന്റെ ഒരു സാധ്യത ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്.
സ്കന്ധമാല